ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഞാൻ ഇന്ന് ബീഫ് വരട്ടേൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിൽക്കൊരു ചട്ടി എടുത്തു, 3 സവാള അരിഞ്ഞതിട്ടു, ഒരു 6 പച്ചമുളക് നെടുകെ കീറിയതിട്ടു, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി രണ്ടും കൂടി 1 ടേബിൾ സ്പൂൺ ഇട്ടോ. അത് എടുത്തിട്ട് പിന്നെ ഇറച്ചി ഇട്ടു, കഴുകി വാർത്ത് വെച്ച ഇറച്ചി കേട്ടോ. അതിട്ടതിൻ്റെ ശേഷം 1 ടീസ്പൂണ് പെരിഞ്ജീരകം, 1 ടീസ്പൂണ് ഉലുവയും, പിന്നെ അതിൽക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരു പട്ടൻ്റെ കഷ്ണം ഇട്ടു കേട്ടോ. എന്നിട്ട് പിന്നെ 3 ടീസ്പൂണ് മുളക് പൊടി ഇട്ടു. 3 ടീസ്പൂൺ മുളക് പൊടി മതി. നമ്മൾ കുരുമുളക് പൊടിയും പച്ചമുളകൊക്കെ ഉപയോഗിക്കുന്നതല്ല. അപ്പോൾ 3 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ 7 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടോ. 7 ടീസ്പൂൺ മല്ലിപ്പൊടി എന്ന് പറയുമ്പോൾ ഒരു 3.25 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ട് പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇടുക. അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കട്ടോ. ഈ നമ്മൾ ഇറച്ചി വേവിക്കുമ്പോൾ തന്നെ അതിൻ്റെ മുന്നേ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പിടുക, ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലോണം കൈകൊണ്ട് തിരുമ്പട്ടോ. നല്ലോണം തിരുമ്പി ഒന്ന് മസാലയൊക്കെ ഒന്ന് ഇതായിട്ട് വരുത്തുക. നല്ലോണം തിരുമ്പി പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ച്, ഞാൻ ഇറച്ചി മുങ്ങിക്കിടക്കണം അത്ര വെള്ളം ഒഴിച്ചിട്ട്, നമ്മൾ അടുപ്പത്താണ് വേവിക്കണത്, അതുകൊണ്ട് ഇറച്ചി മുങ്ങിക്കിടക്കണം അത്ര വെള്ളം ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു തക്കാളിൻ്റെ പകുതി മുറിച്ചിട്ടു. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ ആവി വന്ന് തുടങ്ങി. പിന്നെ ഇപ്പോൾ തള വന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് അടി പിടിക്കണുണ്ടോ നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ കുറച്ച് സമയം പിടിക്കും, അടുപ്പത്ത് വേവിക്കുമ്പോൾ കുറച്ച് സമയം പിടിക്കും, പക്ഷെ എന്നാലും ടേസ്റ്റ് കൂടും കേട്ടോ. അങ്ങനെ വിറകടുപ്പത്തായതുകൊണ്ട് സമാധാനത്തിൽ ഒരു നല്ല തീ കത്തിക്കാതെ കുറച്ച് ചെറുനന തീയിലിങ്ങനെ കിടന്ന് വേകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ബീഫൊക്കെ വെന്തു പാകമായി. നമ്മളൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് പിന്നെ ഇത് തൂമിച്ചൊഴിക്കട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യുകൊണ്ടോ, പിന്നെ ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കൊണ്ടോ. പിന്നെ ഞാനത് തേങ്ങാച്ചോറാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. തേങ്ങാച്ചോറാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽക്കാണ് ഈ ബീഫ് വരട്ടിയത് ഞാൻ ഉണ്ടാക്കിയിരുന്നത്. നല്ല ടേസ്റ്റാണ് തേങ്ങാച്ചോറും ബീഫ് വരട്ടിയതും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടോ, പിന്നെ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യുകൊണ്ടോ. താങ്ക് യു.